ഇന്നത്തെ തോരൻ ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ചിപ്സ് വറുക്കാൻ എടുക്കുന്ന പഴം ഉണ്ടല്ലോ, അതെടുത്തതിന് ശേഷമുള്ള അതിൻ്റെ തോലാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി 2-3 വട്ടം കഴുകിയെടുത്തു. അതിൽ ചെറിയ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ഞാൻ ഇന്നിവിടെ ഇതിൻ്റെ കൂടെ വൻപയറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ തോരൻ വെക്കുന്നത്. ഇതൊക്കെ തോരൻ വെക്കുമെന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ കായത്തോലി അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ദഹനത്തിന് വളരെ സഹായിക്കുന്നു. തീർന്നില്ല, അന്നജം, മാഗ്നീഷ്യം, പൊട്ടാസ്യം, വിറ്റാമിൻ B6, വിറ്റാമിൻ C എന്നിവയുടെ ഒരു കലവറ തന്നെയാണ് ഈ കായത്തൊലി കേട്ടോ. വിറ്റാമിൻ C ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിക്കൊക്കെ വളരെയേറെ നല്ലതാണ്. അപ്പം നമുക്ക് ഇവിടെ ഈ കായത്തൊലി എപ്പോഴെങ്കിലും കിട്ടാറുള്ളൂ. അപ്പം കിട്ടുന്ന സമയത്ത് ഞാനിതിൻ്റെ കൂടെ വൻപയറോ ചെറുപയറോ അല്ലെങ്കിൽ തനിയെ വേണമെങ്കിലും നമുക്കിത് തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം എനിക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു 4 വിസിൽ വേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. അപ്പം ഇത്രയേ ഉള്ളൂ.